രാവിലെ തന്നെ നമ്മൾ കാർഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നും കാർഡിയോ ചെയ്യില്ല, വെയ്റ്റ് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ജസ്റ്റ് ചേഞ്ചിന് വേണ്ടി രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു വ്യൂ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ നമുക്ക് കാർഡിയോ ചെയ്യുമ്പോൾ നല്ല എനർജിയും എന്താ പറയുക, ബെസ്റ്റ് പ്രീ വർക്കൗട്ട് എന്ന് വേണേൽ പറയാം ബിഫോർ വെയ്റ്റ് ട്രെയിനിങ്. പിന്നെന്താ, കുറച്ച് റീലിന് വേണ്ടിയൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. ട്രൈപോഡും സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നല്ല പാടാണ് ഈ ഒരാളെ വെച്ച് ചെയ്യാൻ. ഇന്ന് ലെഗും ഷോൾഡറുമാണ്, അതുകൊണ്ട് ലെഗിന് അധികം സ്ട്രെയിൻ കൊടുത്തില്ല. അത്യാവശ്യം ഓടി, പിന്നെ കുറച്ച് പുഷപ്പ് അടിച്ചു. പുള്ളപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല സ്പോട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഗ്രൗണ്ടിൽ ജസ്റ്റ് കാഷ്വൽ ടോക്ക് കുറച്ച് നേരം നോർമലായിട്ട് നടന്നു. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. ആദ്യം തന്നെ പുള്ളപ്പ് എടുത്തു. ഫസ്റ്റ് ടൈം എന്ത് പറഞ്ഞാലും പുള്ളപ്പ് എടുക്കാൻ നല്ല പാടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ദെൻ വാമപ്പിലേക്ക് നമ്മൾ കടന്നു. റീലിന് വേണ്ടി നമ്മുടെ മെയിൻ എന്താ പറയുക ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റീലിന് ക്ലിപ്സ് വേണം ഇടാൻ. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഓരോരോ കണ്ടൻറ്റ് പോലെ പല ആംഗിളിൽ നിന്നൊക്കെ ജസ്റ്റ് ഓരോരോ ഷോട്ട്സ് എടുക്കും. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ടൈം എടുക്കും. നമുക്ക് കറക്റ്റ് പ്രോപ്പർ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു. പിന്നെ കുറച്ച് പുഷപ്പ് ഇവിടെ അടിച്ചിട്ട് നമ്മൾ നേരെ ഷോൾഡർ പ്രസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നോക്കുകയാണ് വെയിറ്റ്. നമുക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രെയിൻ ചെയ്യുമ്പോൾ ഷൂട്ടും ട്രെയിനും കൂടെ ഒരുമിച്ച് നല്ല പാടാണ്. ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർ ഡേ അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ വെച്ച് വെയിറ്റ് എടുക്കണമെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും ഷൂട്ട് ചെയ്യില്ല. ബാക്കിയുള്ള മിക്ക സമയം ഷൂട്ട് ചെയ്യും. കാരണം കണ്ടൻറ്റിന് വേണ്ടി എന്തായാലും ഒരു 3-4 റീല് തീരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ടൻറ്റ് തീരും. പിന്നെയും പോയി ഷൂട്ട് ചെയ്യും. നല്ല മെനക്കേടാണ്. പിന്നെ നമ്മൾ റീച്ച് കിട്ടുമെന്നുള്ള ഓരോ ഹോപ്പ് വെച്ചാണ് ഓരോ ദിവസവും എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഇച്ചിരി മെനക്കേടാണ്. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും എല്ലാം. സോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്കൻഡ് സെറ്റിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ ജസ്റ്റ് വൈഡാക്കി വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. വൈഡിൽ ക്വാളിറ്റി കുറയും, സിനിമാറ്റിക്കിൻ്റെ അത്രയും കിട്ടില്ല. ബട്ട് ഞാൻ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയതാണ്. ഞാൻ ഫുള്ള് സെറ്റ് 3 സെറ്റിൻ്റെ ഒന്നും വീഡിയോ, ജസ്റ്റ് 2 സെറ്റ് വീതം ഒക്കെ എടുത്തിട്ടുള്ളൂ, കൂടുതൽ ലെങ്തി ആവാതിരിക്കാനേ. എനിക്ക് മുമ്പ് ഷോൾഡർ ഇഞ്ചുറി വന്നിട്ടുണ്ട്. അത് കറക്റ്റ് വാമപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക. ഞാൻ ഷോൾഡറിൻ്റെ വാമപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് റാൻഡമായി, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വ്ളോഗായിട്ട് ഇടണമെന്നല്ല വിടണമെന്നല്ല, ജസ്റ്റ് റീലിന് വേണ്ടി മാത്രം. ബട്ട് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എല്ലാം ഒന്നും ഡിഫൈൻഡ് ആയിട്ടല്ല ഇട്ടേ. എന്തായാലും ഷോൾഡറിന് കറക്റ്റ് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ, ഇനി ഇടുന്ന ഷോൾഡറിൻ്റെ വീഡിയോയിൽ ഞാൻ വാമപ്പ് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ചുറി വരും. ഷോൾഡറിൻ്റെ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ റെസ്റ്റാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നോർമലി വാട്ടർ തന്നെയാണ്. വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാമിന കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാം. അത് നല്ലൊരു ചോയ്സാണ്. ഇനി നമ്മൾ അടുത്ത വർക്കൗട്ടിലേക്ക് കടക്കുകയാണ്. ലാറ്ററൽ റൈസ് ആണ് അടുത്ത വർക്കൗട്ട്. സോ ഫസ്റ്റ് 7.5 ആണ് എടുക്കുന്നത് വൺ സൈഡ്. ഇത് അത്യാവശ്യം നമുക്കറിയാമല്ലോ, ഷോൾഡറിൻ്റെ പീക്ക് എക്സർസൈസാണ്. ദെൻ അതും 12. ഞാൻ യൂസ് ചെയ്യുന്ന റെപ്പെന്ന് പറയുമ്പോൾ 12 പിന്നെ 12 വരെ വേണേൽ പോവാം. പക്ഷേ നമ്മൾ വെയിറ്റ് കൂട്ടുകയാണ്. അപ്പോൾ ഒരു മിനിമം 8 വരെയാണ് എടുക്കുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത്. 12, 8. 12 വരെ ലാസ്റ്റ് സെറ്റിൽ 12 വരെ പോവാം. അത് ഡിപ്പെൻഡ് ഓൺ നമ്മൾ അപ്പോഴത്തെ ഫോം എങ്ങനെയാണ്. പക്ഷേ 8 വരെ എന്തായാലും പോയിരിക്കണം. അതാണ് ആ ഒരു ഇത് ഫോളോ ചെയ്താണ്. അല്ലാതെ 3 എണ്ണം 15 പലരും ഡിഫറെൻറ്റ് രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്.
സോ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു 4 മന്തായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. ദെൻ 10 kg സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 10 kg അത് കഴിഞ്ഞ് 12.5 ആണ്, അത്രയാണ് എടുക്കുന്നത്. നമ്മൾ പയ്യെ സ്ലോലിയാണ് ഗ്രോത്ത് വരുത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് കൂട്ടുക അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫോം നോക്കി കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ റെപ്പ് നോക്കി ചെയ്യുക, എന്നാലേ ഒരു ഗ്രോത്ത് വരുത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വെയിറ്റ് ഓരോ ആഴ്ച കൂട്ടണമെന്ന് നിർബന്ധമില്ല. പറ്റുന്ന രീതിയിൽ അത് ഓരോരുത്തരുടെ പലരുടെയും ഡയറ്റ് അനുസരിച്ചിരിക്കും. അത്യാവശ്യം പ്രോട്ടീൻ എടുക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ദെൻ നമ്മൾ സ്ട്രഗിളാണ് ചെയ്തത്. 3ാമത്തെ സെറ്റിൻ്റെ ഞാൻ എടുത്തില്ല വീഡിയോ, അപ്പോൾ അടുത്ത സ്ട്രഗിളിലേക്ക് കിടക്കുകയാണ്. ഈ 3 വർക്കൗട്ട് കൂടെ ഉള്ളൂ. 2 മസിൽസിനും 3 വർക്കൗട്ട് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. സ്ട്രഗിള് 1 വീഡിയോ 2 വീഡിയോ എൻ്റെ എടുത്തോളം തോന്നുന്നു. അപ്പോൾ ഇതേ ഉള്ളൂ, ഈ കട്ടേ ഉള്ളൂ. 20 ലാസ്റ്റ് സെറ്റാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അതും തീർന്നു. ഇനി നമുക്ക് ലെഗിലേക്ക് പോവാം. ലെഗിന് ഇന്ന് അടിച്ചത് സ്ക്വാട്ട്സ്, പിന്നെ ഹാംസ്ട്രിങ്സിനും കാഫ്, അതത്രയാണ് അടിച്ചത്. കാഫും ഹാംസ്ട്രിങ്സിൻ്റെയും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പം ഞാൻ വേറെ എന്തോ ആലോചിച്ചിരുന്നതാണ്, ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ ജസ്റ്റ് വാമപ്പ് ചെയ്യാണ് സ്ക്വാട്ട്സ് അടിക്കാൻ വേണ്ടി. ഞാൻ ഈ 4 മന്തും സ്ക്വാട്ട്സ് ചെയ്തില്ല. ഞാൻ ഒരു 3 മന്ത് എന്തോ കഴിഞ്ഞ് ഇപ്പോൾ 1 മന്ത് ആയതേ ഉള്ളൂ ഈ സ്ക്വാട്ട്സ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് അന്ന് തൊട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. ഞാൻ അല്ലാതെ തന്നെ മറ്റേ നമ്മുടെ അതർ എക്സർസൈസ് ഇല്ലേ, അതൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇപ്പം നമ്മൾ ഇത് ആദ്യമേ എന്തോ പറഞ്ഞാലും ലെഗിൻ്റെ ഒരു പ്രോപ്പർ എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് സ്ക്വാട്ട്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആരും സ്ക്വാട്ട്സ് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ചെയ്തതിൽ വെച്ച് നല്ല എഫേർട്ട് ഇടേണ്ടത് സ്ക്വാട്ട്സിലാണ്. കാരണം നമ്മുടെ എല്ലാ മസിൽസും അത്യാവശ്യം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പാടാണ്, പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റിയ നമുക്ക് ബാക്കിയൊക്കെ വർക്കൗട്ട് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നും. പിന്നെ മൈൻഡ് സെറ്റ് കൂടെ വേണം. കാരണം ഫുള്ള് റെപ്പും കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റ് കൂടെ വേണം. കാരണം നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ താഴെ വരെ പോയിട്ട് പിന്നെ മേളിലോട്ട് വരാൻ അപ്പോഴത്തേക്ക് നമ്മളങ്ങ് അങ്ങ് മടുക്കും, അങ്ങ് വെറുത്തു പോകും. ആദ്യത്തെ കുറച്ച് ആഴ്ചയെ കാണത്തുള്ളൂ. പിന്നെ നമുക്കൊരു ഒരു ഹരമാവും. പിന്നെ നമ്മൾ പിന്നെ കുഴപ്പമില്ല, പിന്നെ അത് സെറ്റായിക്കോളും. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് 20 വെച്ചാണ് അപ്പുറത്തും ഇപ്പുറത്തും. അത്രയുടെ ഉള്ളൂ, നിർത്തി. ഞാൻ പറഞ്ഞില്ല എല്ലാത്തിൻ്റെയും കട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ റെപ്സ് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എടുക്കുന്നത് 12, 8 ആ ഒരു രീതിയിലാണ്. ഇനി തൊട്ട് ഞാൻ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും. എനിക്ക് എല്ലാം കൂടെ ലെങ്തി ആവും ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണണമെന്നില്ല. ജസ്റ്റ് നമ്മൾ തുടക്കക്കാർക്ക് എപ്പോഴും ഒരു റീച്ച് കിട്ടിയാലേ നമുക്ക് പിന്നെ ഇടാനുള്ള ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ചില വീഡിയോയ്ക്ക് നല്ല റീച്ചായിരിക്കും, ചിലത് റീച്ചല്ല. അപ്പോൾ ഇങ്ങനെ മൂഡ് മാറിയിരിക്കും. സോ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം, അതെനിക്കിവിടെ മനസ്സിലായി. അതുപോലെ തന്നെ വർക്കൗട്ടും ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.